നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. സ്കിറ്റുകൾ കാണാൻ റെഡിയാണെങ്കിൽ, ചിരിക്കാൻ റെഡിയാണെങ്കിൽ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. യെസ്, നമ്മൾ നസീർക്ക മിസ് ചെയ്തല്ലേ? അതെ 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 അതെ, തീർച്ചയായിട്ടും. ആവതുണ്ടാക്കി വന്നേനെ അറിയാം. പക്ഷെ ഇന്ന് വന്നപ്പോഴും ചെറിയൊരു ത്രോട്ട് പെയിൻ ഒക്കെയാണ്. എങ്കിലും നസീർക്ക ഫുൾ എനർജിയിൽ ഫുൾ ഓൺ ആണ് അല്ലേ? ഞാൻ ഓണാണ്. അതിന്റെ ആ ഒരു പോസിറ്റീവ് വൈബ്സിൽ ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ടീം KPSS. ഈ പേരൊക്കെ എവിടുന്നാ? കൊച്ചുപ്രതി വേട്ടനുണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഓക്കെ, ടീം KPSS ഒരു നല്ല കൈഡി. വേറെ ഞാനിത് ആർക്കു വേണ്ടിട്ട് ഇവിടെ നിന്ന് കളിക്കുവാ? ദാണ്ടിരുന്ന് ഉറങ്ങുന്നു. ദാദാജി എന്തോ കണ്ടിട്ടാ കിടക്കാച്ചി എന്ന് പറഞ്ഞത്? ഇരുന്ന് ഉറങ്ങുമല്ലായിരുന്നു. ഞാൻ ജ്ഞാനദൃഷ്ടി കണ്ട്. ആ പിന്നെ ജ്ഞാനദൃഷ്ടിയിൽ തന്നിരുന്ന ഡാൻസ് കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്നെ കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിച്ചേ. നീ മെനക്കെട്ടേലും നിനക്ക് ബലം ഉണ്ടായില്ലേ? നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി കഴിഞ്ഞാൽ നിന്റെ ആ തണുപ്പ് അങ്ങോട്ട് മാറും. തണുത്തോ വിറങ്ങലിച്ചിരിക്കണ ഞാനിനി എന്നെ ചെയ്യും. ദാദാജിയും കൂടെ ഇറങ്ങി ഒരു ഡാൻസ് കളിക്കും. ഞാൻ ഡാൻസ് കളിക്കാൻ ഞാൻ ഇരുന്നോടത്തുനിന്ന് എഴുന്നേക്കണ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ 3 തവണയായിട്ടാ. ഒന്നതേ ഇങ്ങനെ, പിന്നതേ ഇങ്ങനെ, പിന്നതേ ആ എന്നോട് ഇവിടെ പറയാ ഡാൻസ് കളിക്കാൻ. ദാദാജി, ഇന്ന് ഭയങ്കര മഞ്ഞുരുക്കുവാന്ന് തോന്നുന്നു ഹിമാലയത്തില്. ആണോ? വെള്ള ഹിമക്കരടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ദാദാജി ഒന്ന് സൂക്ഷിച്ചോണം. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ? എന്റെ അമ്മേ, കഴിഞ്ഞ ദിവസം മഞ്ഞുരുക്കിയിട്ട് ഞാൻ ഈ മുറ്റത്ത് കിടന്ന് ഉറങ്ങുക. ഒരു ഹിമക്കരടി വന്നു വെച്ചാൽ അതിന്റെ കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് എന്നെ എടുത്തിട്ട് മലയുടെ മേളിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മ വക്കലും നക്കലും പിന്നെ സഹിക്കാം. ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ നക്കാൻ നേരത്ത് ഇക്കിളി വരുമെന്ന് ചിരിക്കാനും പാടില്ല. ഈ കാലം കൊല്ലും. ഇതൊക്കെ പോട്ടെ, അവസാനം പാലൂട്ടാൻ നിർബന്ധിക്കും. ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോകുന്നത്. അതെ, ഇവിടെ ആരും ഇല്ലേ? യോ, ആരോ വിളിക്കുന്നു. ദാദാജി ആരാ? കേറി വാ. ആരാ? ഞാനേ ഈ ഹിമാലയം കയറാൻ വന്നതാ. വന്നപ്പോ ഇവിടെ എത്തിയപ്പോ ചെറിയ പനിയും ജലദോഷവും അങ്ങനെയൊക്കെ. പിന്നെ നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല. ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത്. ആ വെട്ടം കണ്ട് വന്നതാ. വെട്ടം കണ്ടവരെ നീ ആരാ? ഈയലോ? അയ്യത് ആളായിരുന്നാ? അയ്യോ സോറി കേട്ടോ, ഞാനിപ്പോ 10 മിനിറ്റ് കൊടുത്തേ. ഞാൻ വിചാരിച്ച മറ്റേ പേർഷ്യൻ കേറ്റായിരിക്കും. പുള്ളി എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? കോപം വന്നാ പുള്ളി ജ്വലിക്കും. കോപം വരുന്നതിന് പുള്ളി എന്തിനാ തൊലിക്കുന്നത്? എന്നെ എങ്ങനെയെങ്കിലും താമസിപ്പിക്കണം, അതുകൊണ്ടേ. അയ്യോ ഇല്ല, ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. ദാദാജിയാണ് ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ദാദാജിയാ? ദാദാജി രാവണിപ്പറമ്പിൽ ദാമോദരൻ. ദാദയുടെ പറഞ്ഞ കാര്യം നടക്കുമായിരിക്കും അല്ലേ? എനിക്ക് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം. ദാദാ, ഞാനേ കുറെ ദൂരേന്ന് വരിക. അതിനെ ഇവിടെ ഒരു വെട്ടം കണ്ടോണ്ട് കേറിയതാ. ഇന്നൊരു രാത്രി, ഇന്നൊരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഇവിടെ കിടന്നോട്ടെ. എന്റെ പൊന്നു മോനെ, നീ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള സ്ഥലം അല്ലാതെ ഇവിടെ നടക്കൂല, നടപടിയില്ലാമോ തിരിച്ചു പോകും. ദാദാജി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഇത്രയും ദൂരം വന്നേലും ഇവിടെ വേറെ പോകാനൊന്നും ഇടവില്ല, അതുകൊണ്ടല്ലേ. എടാ, ഞാൻ വിളിച്ചിട്ടാണോ നീ പെട്ടിമോക്കണോടത്തോട് ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ നടക്കില്ല, എന്റെ കൊച്ചു പോ. ദാദാജി അങ്ങനെ പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ പ്ലീസ്. മോനൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും എൻ്റെ കൊച്ചുമോളും താമസിക്കുന്ന ഒരു കൊച്ചു കുടുംബം. ഈ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. പറയാതിരിക്കാൻ വയ്യ, ഹിമാലയത്തിന്റെ താഴെ കൊണ്ടുവന്ന് ഈ ദൃശ്യം അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ദൃശ്യം അടിച്ചല്ലടാവേ, എന്റെ അവസ്ഥ പറഞ്ഞതാ. ആകപ്പാടെ 2 കട്ടിലുള്ളൂ. ഒരു കട്ടിലേല് ഞാൻ കിടക്കും, ഒരു കട്ടിലേല് ഇവളും കിടക്കും. ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഞാൻ കോട്ടയ്ക്കൊരു പാഴ് പരിഹസിക്കരുത്. കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് വേറെ സ്ഥലമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഈ കിടന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ രാത്രി പിന്നെ ഇനി എങ്ങോട്ട് പോവാനാ? പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ളത് അവിടെ. ഇത്രയും നാൾ ഒരു പേര് ദോഷം കേൾപ്പിക്കാതെ ഞാൻ ഇവിടെ വളർത്തിയത്. ആണോ?
എങ്ങനെ പേര് ദോഷം കേൾപ്പിക്കും? ഒരു കോളേജില്ല, ഒരു അയൽവക്കം ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഒരു പേര് ദോഷം കേൾപ്പിക്കും? ദൈവമേ, അവക്ക് പേര് ദോഷം കേൾപ്പിച്ചോളാം വയ്യ. സാഹചര്യം ഇല്ലാത്തോണ്ടല്ലേ ദാദാജി, എനിക്ക് വേറെ പോകാൻ ഒരു ഇടവില്ല. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ കിടന്നോട്ടെ പ്ലീസ്. നിനക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ ആ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോകുമ്പോ അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, വസന്തി. നല്ല കിടുക്കൻ ലോഡ്ജാ, നല്ല സൗകര്യമുണ്ട്. റൈഡ് ഉണ്ടാവില്ല. അഥവാ റൈഡ് ഉണ്ടാവുകയാണെങ്കിൽ ജനലിന്റെ അതികൂടെ താഴേക്ക് ഇറങ്ങിയ സൺസൈഡിൽ കൂടെ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാവുന്ന ഒരു വഴിയുണ്ട്. അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിന്റെ പൈപ്പുണ്ട്. പൈപ്പിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് റിസപ്ഷന്റെ പുറകെ ചെല്ലാം. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡാ, കാറ് വരും, ജീപ്പ് വരും. നിനക്ക് അവിടെ കയറി എങ്ങോട്ട് വേണേലും പോ. അല്ല, ഇതൊക്കെ ദാദാജിക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടി കണ്ടു. ജ്ഞാനദൃഷ്ടി കണ്ടതില്ല. ഈ ജ്ഞാനദൃഷ്ടി കാരണം ആധാർ കാർഡ് പോലും കൊടുക്കാതെ പോലീസുകാരന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി. അതിന് 2 പ്രാവശ്യം. അതെ, ദാദാജി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൊച്ചു വിചാരിച്ചാൽ നടക്കും. ഞാൻ ഇന്നൊരു രാത്രി ഇവിടെ കിടന്നോട്ടെ. അയ്യോ പറ്റത്തില്ല. ദാദാജി ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ ഇല്ല. ദാദാജി അമേരിക്ക ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലേ? അമേരിക്കയുണ്ട്. പിന്നെ അതുപോലെ ഒന്നും ഇല്ല, സമ്മതിക്കില്ല. ഈ കാര്യം നടക്കത്തില്ല. ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കൂ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. സംസാരിച്ച് നോക്കാം അല്ലേ? ആ നോക്ക്. വേറെ കാര്യമുണ്ട്. ദാദാജി തണുത്ത് വിറച്ചിരിക്കുകയാണെന്നൊക്കെ അറിയാം. അതെ, ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ദാദാജി ഇച്ചിരി ഒരു 90 അടിച്ചിട്ടിരിക്കുന്നു. കാര്യം തണുപ്പൊക്കെ ഇല്ലേ? തണുപ്പാവുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ഒരെണ്ണമൊക്കെ അടിക്കണമെന്ന് തോന്നും. ദാദാജി ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് എനിക്ക് ഇവിടെ കിടക്കാവുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി താ ദാദാജി. ഇതുപോലെ 3 എണ്ണം ഇരിപ്പുണ്ട് വേഗനകത്ത്. ഇനി മോളെ, എന്താ ഈ കുഞ്ഞ് ഇന്ന് നമ്മുടെ വീട്ടിൽ കിടക്കൂ. അതിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പെട്ടിയും കിടക്കെടുത്തോട്ടേക്ക് ഇറങ്ങിക്കോ. അടിച്ചപ്പോഴത്തേക്ക് ദാദാജി കാരണം പറഞ്ഞു. പെഗ്ഗ എടേ ഉള്ള 3 ഫുള്ളാന്ന് അവന്റെ ആ ബാഗിൽ ഇരിക്കണം. ഇന്ന് ആടേച്ചി അമ്മ. ദാദാജി വാ, ദാദാജി വാ, ഇവിടെ ഇരിക്കും. വാ, ചോദിക്കട്ട്. ചൂടുവെള്ളം എല്ലാം വേണോ? നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ടോ. എടുത്തോണ്ട് വരട്ടെ? അല്ല, ചൂടുവെള്ളം എന്തിനാ? ഇതിനകത്ത് ഒഴിക്കാൻ. അതിനല്ലേ തണുത്ത വെള്ളം ഇരിക്കുന്നേ? എടാ, നിനക്ക് രാവിലെ എണീറ്റ് അങ്ങനെ പറഞ്ഞാ മതിയോ? അത് എടാ, തണുത്ത വെള്ളത്തിലടിച്ച തൊണ്ട പഴുക്കൂത. പിന്നെ മോനെ, ഓ, ഇന്ന് നമ്മള് ആ, ഒരു കട്ടിലേ കിടക്കും. ഒരു കട്ടിലല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും പറ. എടാ, ഇന്ന് നമ്മുടെ മുറി സർക്കാർ ആശുപത്രിയിലെ ലേബർ റൂം ആക്കും. എങ്ങനെ? പ്രസവിച്ച് കിടക്കണം, അമ്മയും കുഞ്ഞും കിടക്കണ മാതിരി നമ്മൾ അവിടെ കിടക്കും. പിന്നെ ഉറക്കത്തില് മൂത്രം ഒഴിക്കാൻ പോകുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാട്ടിൽ ഒഴിച്ചിട്ട് വന്ന മാതിരി പെട്ടെന്ന് വന്നേക്കരുത്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാ. ആ ഒഴിച്ചത് ഒടിച്ച് കളഞ്ഞിട്ട് വേണം. നാട്ടുകാർ വിചാരിക്കും അവക്കടെ കല്യാണത്തിന് ഇട്ടേക്കണ ആർച്ചാന്ന്. അതെ ദാദാജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കാനൊക്കെ? ഇവിടെ ഇപ്പൊ ഇച്ചിരി മോശമാണ്. ഇനിയിപ്പോ ഇവിടെ ടൂറിസ്റ്റുകാരൊക്കെ വന്നു തുടങ്ങുമ്പോ ഞങ്ങളൊരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ബിസിനസ്? മഞ്ഞിലൂണ്. ലൂണയല്ല, മഞ്ഞിലൂണ്. വീട്ടിലൂണെന്നല്ലേ? അത് നാട്ടില്. ഭ്രാന്ത, ഇവിടെ എവിടെ നോക്കിയാലും മഞ്ഞല്ലേ. മഞ്ഞിനകത്തിരുന്നല്ലേ വെട്ടി വിഴുങ്ങണത്. അതാണ് ഞാൻ പറഞ്ഞത്, മഞ്ഞിലൂണ്. മഞ്ഞിലൂണ്. പിന്നെ ഇവിടെ ജീവിക്കാൻ ഭയങ്കര പാടല്ലേ? ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടടാ. പക്ഷെ ചത്ത് കഴിഞ്ഞ ലാഭാ. എടാ, മൊബൈൽ ഫ്രീസർ വേണ്ടത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരി വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും എത്ര കാലം വേണേലും, വയറ് പോലെ. അതെ, വന്നപ്പോ തൊട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചു. ഇവിടെ നിന്നാ പെൺകുട്ടിയില്ലേ, അത് മോളാണ്? അത് മോളല്ല, പിന്നെ എന്റെ വളർത്തു മോളാ. ആണോ? ഞാൻ അവളെ എടുത്തു വളർത്തിയതാ. അവളെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ വളരെ മറന്നും പോയി. താടിയും മുടിയൊക്കെ വളർന്നില്ലേ? അതാ ഒരു ആശ്വാസം. അടിച്ചു കഴിഞ്ഞാ എനിക്ക് 2 പുക എടുക്കണം. പുക? നീ വേണമെങ്കിൽ 2 പുക എടുത്തു. ഞാൻ ഈ വലിക്കുന്നില്ല. എടാ ചടക്ക, നല്ല കിടുക്ക സാധനമാണ്. നീ ഒരൊറ്റ പുക എടുത്തണ്ടല്ലോ, നിന്ന നിപ്പില് നിനക്ക് ഹിമാലയത്തിന്റെ നിറകിലെത്താം. ട്രാവല് ഫ്രീ. ദാദാജി ഹിമാലയം കയറിയിട്ടുണ്ടോ? ഞാനാ? ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഈ മുട്ടടിച്ച് തീർക്കണം 3 ദിവസം. എന്നോട് ഹിമാലയം കയറിയാണ്ടോന്ന്. എനിക്ക് പുകയെടുക്കാനുള്ള നേരമായി. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എനിക്ക് ധൂമപാനം നടത്താനുള്ള നേരമായി. എടോ, താൻ എന്ത് പണിയാണോ കാണിച്ചേ? താൻ എന്തോ കാര്യത്തിനാ ദാദാജിക്ക് നിങ്ങൾ മദ്യം എടുത്തു കൊടുത്തു? ആര് മദ്യം കൊടുത്തു? കിട്ടിയോന്നെ കടകടാന്ന് പുള്ളിയല്ലേ വാങ്ങിച്ചു. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, കഞ്ചാവ് വലിക്കുന്ന സ്വഭാവം. ഇതിപ്പോ കഴിഞ്ഞ വരുമ്പോ റിലേ പോയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. കഞ്ചാവൊക്കെ വലിക്കൂ? വലിക്കുമോന്നോ?
പുള്ളിയുടെ എന്നും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഞ്ചാവും കടലക്കറിയായിരുന്നു. അല്ല നിങ്ങൾക്ക് ഈ പാളം എന്തോത്തിനാ? അതെന്തായാലും ഞാൻ ഹിമാലയം കയറാൻ പോവേല്ലേ, ഞാൻ മുകളിലോട്ട് കയറി ചെല്ലുമല്ലോ. ചെല്ലുന്ന സമയത്ത് എന്റെ കൈയും കാലൊക്കെ നല്ല വേദനയായിരിക്കും. തിരിച്ചിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതാവുമ്പോ ഇരുന്നങ്ങ് നേരെ താഴെ 5 മിനിറ്റ് താഴെ എത്തും. ആണോ? അതെ, ഇവിടെ ഒത്തിരി നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രണവ് മോഹൻലാലും ഞാൻ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, അറിയാമോ? എന്തോ ചെറിയ വ്യത്യാസം? പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ചുറ്റുപാടും പണം ഉണ്ടായിട്ട് കറങ്ങി നടക്കുന്നു. ഞാൻ ഇതൊന്നുമില്ല കറങ്ങി നടക്കുന്നു. ഈ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാലേ ഈ പടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. ഞാൻ കടത്തി കൂടെ ജീവിക്കുന്ന എനിക്കില്ലല്ലോ, അതിന് കാര്യമൊന്നുമില്ല. അതല്ലേ നിന്നൊക്കെ നീ അല്ല നിന്റെ അച്ഛനും അമ്മയും ആര് വന്നാലും നീ ആളെ കൂട്ടി നിങ്ങൾ വേണ. യോ വെല്ലുവിളി തുടങ്ങി കണ്ടോ? കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അപ്പ വെല്ലുവിളിക്കും. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആകെ ഞാൻ കണ്ടത് ഈ ഒരു ഒറ്റ വീടാ. പരിസരത്ത് വേറെ വീടില്ല, വണ്ടിയില്ല, ആൾക്കാരില്ല. പിന്നെ പുള്ളി ആരെ കിടന്ന് വെല്ലുവിളിക്കുന്നേ? ഹിമക്കരടിയെ. എന്നെ കൊച്ചാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുണ്ടേക്കണം മോളെ. എടുത്തേ എന്തോത്തിനാ? അവനെ ഞാൻ വെട്ടി കൊന്നേച്ചോ. ഓ, എന്റെ ദാദാജി ഒന്ന് അടങ്ങ്. ദാദാജി. കൊന്നവല്ല. ഓ, എന്റെ പോക്ക് കണ്ടോ? കണ്ടോ? ഇതാ ഈ ദാദാജിയുടെ ഒരു സ്വഭാവം. ഒരു വയസ്സായിരിക്കുന്ന ഒരു മനുഷ്യനാ, കണ്ടോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ അറിഞ്ഞ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമെന്ന്. മദ്യം എന്ത് കാര്യത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ ദാദാജിക്ക്? അല്ല, ഞാൻ വിചാരിച്ചു ഇന്നൊരു രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോവാന്ന്. എടാ മക്കളുടെ നിന്റെ ആൾക്കാരാണ് ഇവിടെ മൊത്തം വൈറസും ബാക്ടീരിയയും പടർത്തുന്നത്. എടാ കൊച്ചേ, നിനക്കറിയാവോ ഈ വൈറസും ബാക്ടീരിയ ഒക്കെ അവർക്ക് അച്ഛനും അമ്മയില്ല. ഇല്ലേ? പിന്നെ അവര് വളർത്തുന്നത് ആന്റിമാരാണ്. ആന്റിമാരാ? എടാ ചെറുക്കാ, നീ കേട്ടിട്ടില്ലേ ആന്റി വൈറസ്, ആന്റി ബാക്ടീരിയ, അല്ലാണ്ട് പപ്പ ബാക്ടീരിയ, മമ്മി വൈറസ്? നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അവൻ എന്നെ ഇടിക്കാൻ വേണ്ടിട്ട് നിൽക്കുവാ. അവൻ ഇതിപ്പോ കയ്യിൽ മുറിവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. എന്നെ കരടി വാന്തേ കയ്യൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ഉലകത്തിലാരോടും തോൽക്കാത്തൊരു വീരനോ, പരമത്തിൽ അമ്മയ്ക്കായി പാടുന്നൊരു പൈതലോ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ. ഇല്ലും നീ നാട്ടി ഇല്ലും നിന്ന ഇല്ലും നീ നാട്ടി ഇല്ലും നീന ഇല്ലും നിന്ന ഇല്ലും നിന്ന ഇല്ലും നീ നാട്ടി. നൃത്തത്തിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്? അറിയാവോ? ഞാനാ ദാദാജിക്ക് അങ്ങനെ താരാട്ട് പാട്ട് പാടിയാലേ ഇനി ഉറങ്ങത്തുള്ളൂ. മല കയറാമെന്ന ഞാനാ ഇപ്പൊ മലയാള സിനിമയുടെ പിന്നണി ഗായകൻ വരെ. ദാദാജി ക്ഷമിക്കണ്ട, ഞാൻ പാടാം. കരയരുതേ. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल. എന്നാ ദാദാജി? ചെറുക്കനെന്തേടി? ആ ചെറുക്ക അപ്പുറത്തെങ്ങാട്ടുണ്ടെന്ന് തോന്നുന്നു. ദാദാജിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. വാ. എന്തോ ദാദാജി? ദാദാജി ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. അല്ല, അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. അതല്ലെന്ന്, എന്റെ കണ്ണടയതിനു മുമ്പേ കൊച്ചിനെ നല്ലൊരാക്കടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്നാണ് ദാദാജിയുടെ ആഗ്രഹം. ഇന്നലെ ഇവിടെ വന്ന ആ പയ്യൻ എങ്ങനെയുണ്ട്? അയ്യോ, എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാ എനിക്കറിയാം, അവ നല്ല മിടുക്കൻ പയ്യനാ. കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ മനസ്സിലായി അയാൾ മിടുക്കൻ പയ്യനാന്നൊക്കെ? എടി പ്രാന്തി, അവൻ മോശം പയ്യനാണെങ്കിൽ ഈ കിളവനെ തലിക്കടിച്ച് കൊന്നേച്ച് നിന്നെ വല്ലതും ചെയ്യിച്ച് രാത്രി അവന് രാജ്യം വിട്ടാനെ. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ല പൊന്നു പോലുള്ള പയ്യനവൻ. നിന്റെ കൈ പിടിച്ച് ആ പയ്യനെ ഏൽപ്പിക്കുന്നതിൽ നിനക്ക് വല്ല വിരോധമുണ്ടോ? ദാദാജിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ ആണ്. ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തു. അതെ മല്ലി, ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ രാത്രി എന്നെ ഇവിടെ താമസിപ്പിച്ചതിനൊക്കെ. ദാദാജി താങ്ക് യു. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇന്നലെ രാത്രി താമസിപ്പിച്ചതിനും ആഹാരം തന്നതിനൊക്കെ
എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അനുഗ്രഹിക്കണം. പിന്നെ ആ എനിക്ക് മോനോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്തോ ദാദാജി? നിന്റെ മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയിൽ ആ നിനക്ക് വേറെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന മോള് നിന്റെ ജീവിത പങ്കാളിയാക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ദാദാജി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഹിമാലയം കീഴടക്കണമെന്നുള്ളത്. 3 തവണ പരാജയപ്പെട്ട ആളാ ഞാൻ. 4ാമത്തെ തവണ കയറാനാണ് ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. ഇതിന്റെ ഇടയിൽ കല്യാണവും കാര്യങ്ങളും നമുക്ക് അത് ബാധ്യതയായിരിക്കും. അത് ശരിയാവും. ആര് പറഞ്ഞടാ ബാധ്യതയാവൂന്ന്? എടാ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുണയ്ക്കാൻ പോസിറ്റീവായിട്ട് നമ്മുടെ പിന്നിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എടാ, ഹിമാലയല്ല ലോകം വരെ നമുക്ക് കീഴടക്കാം. അങ്ങനെ ഒരു സപ്പോർട്ട് നീ ഇവന് കൊടുക്കുക? ഞാൻ കൊടുക്കും. ഞാൻ കട്ട സപ്പോർട്ട്. നീ എന്നെ സപ്പോർട്ട് ചെയ്യൂ? സപ്പോർട്ട് ചെയ്യും. എന്നാ നമ്മള് 3 പേര് ഒന്നിച്ച് ഹിമാലയം കേറുന്നു. അയ്യോ, ഈ വയസ്സാം കാലത്ത് ഞാനിനി അങ്ങനെ ഹിമാലയം കയറാനാ? ദാദാജി, ഞാൻ എടുത്തോളാം. പോരെ? എന്നാ പിന്നെ ഞാൻ ഡബിൾ ഓക്കെ. നല്ല കീഴിലെ സ്കിറ്റ്, ഒരു ഉഗ്രം കൈയടി. ഷാജോൻ ചേട്ടാ. ശ്രീജു, പ്രദീപേ, സൂര്യശ്രീ, മലയാള ടെലിവിഷൻ രംഗത്തെ കോമഡി ഷോകളിൽ ഇതുവരെ കാണാത്തൊരു പശ്ചാത്തലം കൊണ്ടുവന്നതിന് ആദ്യം ഒരു കയ്യടി. ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അടിപൊളി സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു പ്രതീതിയായിരുന്നു നിങ്ങൾ 3 പേരും കൂടെ തന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രദീപേ, ഒരു വലിയ സാല്യൂട്ടുണ്ട്. എന്തോ ചക്കരയെന്ന് കാണിച്ചത്. പ്രദീപിൻ്റെ ആ ഒരു മേക്ക് ഓവറിൽ തുടങ്ങി ആ ഒരു നമ്മൾ സാധാരണ പലരും നമ്മളിവിടെ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ, ഇത് ഗംഭീരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് പൊളിക്കും കേട്ടോ, ഇത് ഗംഭീരമായിരിക്കണമെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിരുന്നു. പ്രദീപ് സൂപ്പറായിരുന്നു. ഒരു തമാശ പോലും കൊള്ളാതെ പോയില്ല. എല്ലാം കുറിക്കൊണ്ട തമാശകളായിരുന്നു. അതിനെനിക്ക് പ്രദീപ് സെൽഫ് ട്രോളിന്റെ ആളാണ്. അതിൽ ഞാനിന്ന് ഒരുപാട് ചിരിച്ചത്. അവളെ അങ്ങനെ വളർത്തിയത് ഇടയ്ക്ക് ഞാൻ വളരാൻ മറന്നു. അതും അതേപോലെ ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. സൂര്യശ്രീ സൂപ്പറായിരുന്നു. സൂര്യ അടിപൊളിയായിരുന്നു. സൂര്യയുടെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് എല്ലാം കിടുമായിരുന്നു. അവരോടൊപ്പം നിന്ന് കറക്റ്റ് ടൈമിങ്ങിലെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിൽവർ ശ്രീജു ചക്കരെ അടിപൊളിയായിരുന്നു. ഇന്നും കറക്റ്റ് ടൈമിങ്ങിൽ ഓരോ ചോദ്യങ്ങളും ഓരോ കാര്യങ്ങളും എടുത്തിടുന്നതിലും റിയാക്ട് ചെയ്യുന്നതിലും എല്ലാം ഒന്നിനൊന്നിനും നിങ്ങൾ 3 പേരും കിടുക്കനായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക. ഞാൻ ശ്രീജുവിനെ പറയുന്ന ആദ്യം. ഈ കണ്ടന്റ് ശരിക്കും കണ്ടന്റ് ശശാങ്കന്റെ കണ്ടന്റ് ഇവനെ അടിക്കണം കേട്ടോ. ശശാങ്കനെ അടി കൊടുക്കണം. ഇവനിത് എവിടുന്ന് സാധനങ്ങളൊക്കെ. ശശാങ്കേട്ടനൊരു വലിയ കൈഡി. ചക്കരെ പൊള്ളിയായിരുന്നു. പൊളി അല്ല, കണ്ടന്റിലാണ് നമ്മുടെ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള റിയാലിറ്റി ഷോ ആയിട്ട് ഒരുപാട് വ്യത്യാസം വന്നത് നമ്മൾ നല്ല സിനിമാറ്റിക്കിലാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ഇന്ന് ഒരുപാട് പ്രോപ്പർട്ടി ഒന്നുമില്ല. അകപ്പാടായിരുന്ന ഒരു ചെയറും ഇപ്പറേ ദാദാജി കൊണ്ടിരുത്തിയ ഒരു സാധനമേ ഉള്ളൂ. പക്ഷെ ബാക്ക് മറ്റേ LED വന്നിരിക്കുന്ന ആ ഹിമാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെയായി. നമ്മുടെ മനസ്സങ്ങോട്ട് കൊണ്ടുപോയി. എന്തായാലും ഇത് മനോഹരമായി. ഞാൻ ഇച്ചിരി ഒന്ന് ശബ്ദം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പുറകോട്ട് മാറുകയാണ്. 100% ഓക്കെ. പ്രചോദേട്ടാ. ശ്രീജു, പ്രദീപ്, സൂര്യശ്രീ ഗംഭീര സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ചില സ്കിറ്റ് എഴുതുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും നമുക്കിവിടെ പോയി അനുഭവം വേണം, അല്ലെങ്കിൽ പോയി ഇതിൻ്റെ കണ്ടെത്തൽ വേണം. ഇതൊരു ഇമാജിനേഷനിൽ നിന്ന് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മളെങ്ങനെ ഹിമാലയത്തിലൊരു വീട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിനകത്ത് എന്തൊക്കെ കോമഡി കൊണ്ടുവരാവോ, ഇതെല്ലാം നമ്മുടെ ഭാവനയിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പ്രദീപേ, നിങ്ങളെ ഞാൻ കാരണം നിങ്ങൾ ആ ഇരുന്നുള്ള സ്വയം ട്രോളിൻ്റെ ആളാണ് ഷാജോൻ പറഞ്ഞ പോലെ. നിങ്ങൾ ആ ഇരുന്നുള്ള കോമഡി തൊട്ട് നിങ്ങൾ കഞ്ചാവ് വലിച്ചിട്ട് കരടിയോട് വെല്ലുവിളി, കാര്യം ഇതൊക്കെ നമ്മളിലേക്ക് നിങ്ങൾ അങ്ങ് ആവാഹിക്കുക. അതായത് മൂത്രം വെച്ചിട്ട് നീ ഒടിച്ചു കളയണം, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിൻ്റെ
ഇതൊന്നും വിചാരിക്കാത്ത കൗണ്ടറുകൾ. മഞ്ഞിലൂണ്. മഞ്ഞിലൂണ് അതാണ് കാര്യം. വീട്ടിലൂടെ നമ്മളുണ്ട് മഞ്ഞിലൂണ്. ശ്രീജു, നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വരുന്നു. നിങ്ങൾ ആ പാളയായിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഇതെന്തായിരിക്കും, പക്ഷെ അത് അവിടെ ഒന്നും നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അല്ല, നമ്മൾ വിചാരിച്ചു ആർട്ടുകാരെന്തെങ്കിലും എളുപ്പപ്പണി ചെയ്ത് വിട്ടതായിരിക്കും, പാളയൊക്കെ പോലെ ഉണ്ടാക്കി. അതെ അതെ അല്ലേ. പക്ഷെ അത് പ്രതീക്ഷിക്കാത്ത ടൈമിൽ സൂര്യശ്രീ ചോദിക്കുന്നു, ആ ടൈമിൽ അത് അടിക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് താഴെ സൂര്യശ്രീ ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഞ്ചാവും കടലക്കറി ഇതൊക്കെ ആരെങ്കിലും പറയുമോ? അതെല്ലാ ടൈമിങ്ങിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ വന്നപ്പോൾ പ്രദീപ്, എനിക്ക് തോന്നുന്നു ഇത്രയും നാളും പെർഫോം ചെയ്തതിൽ പ്രദീപിൻ്റെ ഒരു കൗണ്ടർ ഒരെണ്ണം പോലും മിസ് ചെയ്യാത്തൊരു കൗണ്ടർ ഇവിടെയാണ്. അല്ല, ഷാജോൻ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റരുത്, നിങ്ങൾ ഹാപ്പിയായിട്ട് ചെയ്യാൻ വേണം. ഇതേ നോട്ടമാണ് ഗ്രൂമേഴ്സ് ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇവരുടെ കാര്യം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് വരുമ്പോൾ നമ്മൾ 100% ഹാപ്പിയാണ്. ആ ഹാപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ ഹാപ്പിനെസ് തന്നെ പ്രേക്ഷകർക്കും കിട്ടും. തീർച്ചയായിട്ടും അടിപൊളി. താങ്ക് യു. താങ്ക് യു. അപ്പൊ ദാദാജിക്ക് വീട്ടിലൂടെ തുടങ്ങാനുള്ള കാശ് ഓരോരുത്തരായിട്ട് മഞ്ഞിലൂട്. സോറി, മഞ്ഞിലൂണ്. നസീർക്ക, ഞാനൊരു 30,000 രൂപ കൊടുത്തു. അത് ഞെട്ടിച്ച് 30,000 രൂപ. അടുത്തേ പ്രചോദേട്ടാ, 30,000 രൂപയാണ് തന്നിരിക്കുന്നത്. ശരി, അങ്ങനെയാണ് ഞാനും ഒരു 30,000 കൊടുക്കും. 60,000 രൂപ ഞാൻ പിന്നെ നെഞ്ഞു കൊടുക്കുന്നു. 2 ജഡ്ജസൂടെ ചേർന്ന് നൽകിയതിൽ നിന്റെ കയ്യിൽ എന്താ മഞ്ഞിലൂണൊക്കെ തുടങ്ങാൻ വലിയ 60,000 രൂപ ആയിട്ടുണ്ട്. ഷാജോൻ ചേട്ടാ ഒടുക്ക് എന്നെ കൂടെ ചേർത്ത് എമൗണ്ട്. ഒരു ലക്ഷം രൂപ. എടാ ഹിമക്കരടി ഇറങ്ങി വേണം. പ്രദീപ് വെല്ലുവിളിക്ക്, കരടിയെ വെല്ലുവിളിക്ക്. അവൻ ഇന്ന് 64 കഷ്ണം. സിൽവർ ശ്രീജു ഇന്ന് ഗോൾഡൻ ശ്രീജു. ഗോൾഡൻ ശ്രീജു 1 ലക്ഷം രൂപ. സന്തോഷം. നമുക്ക് പ്രദീപേട്ടിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായും. ദാദാജി 3 ഇൻസ്റ്റാൾമെന്റ് എടുക്കും എഴുന്നേറ്റ് വരാൻ, പക്ഷെ ഇന്ന് സംസാരിക്കണം. പറയൂ ദാദാജി. എന്താ പറയണെന്ന് അറിയാൻ പാടില്ല. സത്യം ഒരുപാട് സന്തോഷം. അല്ല പ്രദീപിലെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കാലിബർ ഞങ്ങൾക്ക് അറിയാവുന്ന 3 പേരെ, ഞങ്ങൾ 3 പേരും. അപ്പോൾ ഓരോ തവണ പ്രദീപ് വരുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പ്രദീപിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആവണേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഓരോ തവണ. അപ്പോൾ അല്ലാതെ പോകുമ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ കമൻസ് പ്രദീപിനെ വിഷമിപ്പിക്കാതെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 പേരും പറയാറുള്ളത്. നമ്മൾ എപ്പോഴും ആഗ്രഹം പ്രദീപിലെ ഒരു പെർഫോമറെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രദീപ് എപ്പോഴും വരുമ്പം പ്രദീപ് ഇതേപോലെ പെർഫോം ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. പ്രദീപ് ഇനിയും ഇതിലും ഗംഭീര പെർഫോമൻസുകളുമായിട്ട് ഹിമക്കരടിനെ 10 അല്ല 64 കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന സ്കിറ്റുകളായിട്ട്. അല്ല ഷാജോണേ, ഈ പ്രദീപ് പല ടീമുമായിട്ടും ക്ലബ് ചെയ്ത് വരുന്നുണ്ട്. ഈ 6ടെ കൂടെ എങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരാതിയില്ലാത്തൊരു ആർട്ടിസ്റ്റ് പ്രചോദനം. നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഒരു ടാലന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇന്നയാളുടെ കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അത് ഷഫിൾ ചെയ്യാന്ന് പറയല്ലേ, അതാണ് കറക്റ്റ്. അത് ഡയറക്ടർ അച്ഛൻ പറയാനുണ്ട് കേട്ടോ. ഒരു പരാതി ഇല്ലാത്ത ആളാണ് പ്രദീപ്. കാര്യം ആരും എങ്ങനെ ഇട്ടാലും ഒരു പ്രശ്നമില്ല. അതിന്റെ ഏറ്റവും വലിയ ഫലമാണ് ഈ ഗോൾഡൻ ബജറ്റ്. ഒരാളച്ച് സ്വല്പം ജാടയിലായിരുന്നു. ആരാണ്? സൂര്യശ്രീ. വരുന്നൊക്കെ സിൽവർ അടിക്കുന്നു, ഗോൾഡൻ അടിക്കുന്നു, കുറച്ച് ജാടകൾ. അതെ. സൂര്യശ്രീ പ്ലീസ്. സന്തോഷം. അയ്യോ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത്. നല്ല കണ്ടന്റ് കിട്ടുന്നു, നല്ല ആൾക്കാരെ കൂടെ കിട്ടുന്നു. അതാണ് ടീം വർക്ക് ആണല്ലോ. ശ്രീജു 4 സിൽവറും 3 ഗോൾഡും. ഓ അടിപൊളി. വലിയ കാര്യം. ശ്രീജുവിന്റെ ഭാഷ നിനക്ക് വേറെ പണിയില്ലടേ. അപ്പൊ ഈ സന്തോഷ് ദാദാജി ഇന്നിപ്പോ ധൈര്യമായിട്ട് ഓക്കെ. അപ്പൊ 2 പുക എടുത്തിട്ടോ കാര്യം. ഓക്കെ, അപ്പൊ ഉഷാറാവട്ടെ. അടുത്ത സ്കിറ്റിൽ കാണാം ദാദാജി. ഓക്കെ, നന്നായി വരും. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയിൽ പുതിയൊരു ഐറ്റം. അങ്ങനെ ഷോയിലൊന്നും കാണാത്തൊരു ഐറ്റം. അത് വേണം. ഹൂല ഹൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, അതാണല്ലോ ഷോയുടെ പേര് തന്നെ. ഹൂല ഹൂപ്പോ? അല്ല, ഇത് ഐറ്റം എന്താണ്? ഇത് നമുക്ക് കണ്ടാൽ അറിയാം, പക്ഷെ ഇതിന്റെ പേര് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. നമ്മൾ ബോർഡിലിട്ടൊരു അതിന്റെ പേര് ഹൂല ഹൂപ്പ് എന്നാണ്. അത് വെച്ച് പെർഫോം ചെയ്യുന്ന ഒരു കിടിലം മോൾ, അഹാന മോൾ. ലെറ്റ്സ് വെൽക്കം ഒരു പുതിയൊരു ഐറ്റം ആയിട്ട് അഹാന മോൾ. വേറെ
എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. അല്ലേ? അല്ല മോളിത് എത്ര കാലം കൊണ്ടാണ് ഇത്രയും പഠിച്ചെടുത്തത്? ഞാനിത് ശരിക്കും കൊറോണ ടൈമിലാണ് ചെയ്യാൻ തുടങ്ങിയത്, സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുന്നേ ചെറുതിലെ തൊട്ട് ഇങ്ങനെ ഹോബി ആയിട്ട് നോർമലി ഇങ്ങനെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി നോർമലി ചെയ്യുമായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായി, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ 8 എണ്ണമൊക്കെ എടുത്തത് ഈ ഒരു വർഷം ആയതേ ഉള്ളൂ. അപ്പൊ മോള് സ്വന്തമായിട്ട് ഇത് പഠിച്ചതാണോ? ഞാൻ സെൽഫ് ടോട്ട് ആണ്. അടിപൊളി മോളെ, സൂപ്പർ. മോക്ക് കൊറോണ പിടിപെട്ടായിരുന്നോ? ഇല്ല. എങ്ങനെ പിടികൂടി? ഈ കറക്കല്ലേ കൊറോണ ഒക്കെ കേറി കറങ്ങിയിട്ട് വൈറസ് ഒക്കെ ഓടിക്കളഞ്ഞു. അമ്മാതിരി പരിപാടിയായിരുന്നു. അല്ല മോളെ പേരൊന്ന് പറഞ്ഞേ ഞങ്ങളോട്. അഹാന ബിജു. അഹാന ബിജു. എവിടെയാണ് സ്ഥലം? കായംകുളമാണ് സ്ഥലം, പക്ഷെ ഇപ്പോൾ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 9th ചെമ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പുതക്കുളം സ്കൂളിൽ പഠിക്കുന്നു. എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മോക്ക്? എന്തൊക്കെ അവാർഡുകൾ? എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2 എണ്ണം, പിന്നെ ജിംനാസ്റ്റിക്സ് ചെയ്യുന്നുണ്ട്, റിതമിക് ജിംനാസ്റ്റിക്സ്. അത് ഞങ്ങൾക്ക് മറ്റേ കാല് പൊക്കി കറക്കിയപ്പോ മനസ്സിലായി. ഞാൻ ജിംനാസ്റ്റിക്സ് ഇപ്പൊ ചെയ്ത് സ്കൂൾ ഗെയിംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസിൽ 4 ഗോൾഡ് മെഡൽ ഉണ്ട്. ആളെ ശരിക്കും മനസ്സിലായില്ല. അറിഞ്ഞില്ല. അല്ല സത്യം പറഞ്ഞാല് ഇതാണ് ഇപ്പൊ ഐറ്റം വേറെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ തന്നെ ഒരു ഐറ്റം ആണ്. ഇപ്പൊ നാഷണൽസിന് പോവാൻ വേണ്ടി സെലക്ടഡ് ആണ്. ഒരു അഭിനന്ദനം മോക്ക് അറിയിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാണ്, നമ്മുടെ ജീവ ഈ സാധനം കറക്കുന്ന ഒരാളാണ്. 2 ആ ചക്രം ഒന്ന് കൊടുക്കാവ. ഇത് മാത്രല്ല അവൻ ഭയങ്കര കറക്ക. ഇത് അതെ പറയുമ്പോ ക്ലീശയായിട്ട് തോന്നും, പക്ഷെ ഞാൻ കഴിഞ്ഞിട്ട് നസീർക്കട ഒരു ഐറ്റം ഉണ്ട്. അതെന്റെ ഞാൻ വന്ന് കാണിക്കാം. നീ ഒരെണ്ണം ഒന്ന് കറക്കി കാണീര്. പറ്റില്ലെങ്കിൽ മോളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നോക്കട്ടെ, ഞാൻ പഠിപ്പിക്കാം. ഇങ്ങനെ പുതിയ സാധനങ്ങൾ പഠിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ട്രൈ നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മള് കറക്കം മാത്രം എന്താ ചേട്ടാ ഒന്ന് എനിക്ക് പണ്ടേ പറ്റില്ല. അടിപൊളിയാ. അവിടുന്ന് പറയാനുള്ള ധൈര്യം ഉണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പേടിയാ. പ്രചോദനം നല്ലൊരു കൈഡി എടുത്ത പ്രചോദനം വരും. അല്ലടാ നോക്കണ്ട, ട്രൈ ചിലപ്പോ നിനക്ക് ഷാജോൻ ചേട്ടൻ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് വയ്യാതെ. നസീർക്ക ഡയലോഗ് അടിച്ചില്ല, വരുന്നില്ലേ? അതാണ് സ്പോർട്സ് മോനെ. ഷാജോൻ ചേട്ടാ എല്ലാരും വന്നിട്ട് വന്നില്ല, മോശം. അല്ല സത്യമായിട്ട് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാ. ഷാജോൻ ചേട്ടന് നടുവിന് അസ്കിതയുണ്ട്. ഞാനിതിന് പ്രോ ആയതുകൊണ്ട് 2 എണ്ണമാണേ. ഓക്കെ റെഡി. നസീർക്ക കറക്കുന്നുണ്ട്. ഒരു ആംബുലൻസ് വിളിച്ചിട്ടേക്കണം അവിടെ. നടുവ് എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. നസീർക്ക ആ കുട്ടി ചെയ്ത് നോക്കൂ, ആ കുട്ടി ചെയ്ത് നോക്കൂ. ആ പ്രചോദ് കളിക്കും, പ്രചോദ് ആടിപൊളി. ഞാൻ പക്ഷെ പഠിക്കും. കയ്യിലെങ്കിലും ഇട്ടൊന്ന് കറക്കണം. കയ്യിലെങ്കിലും ഇട്ട് നീ ഒന്ന് കറക്ക്. കൈ വില കളയരുത്. കൈ ഇട്ട് കറക്ക. നസീർക്കയുടെ സ്പോർട്സ് സ്പിരിറ്റിനും പ്രചോദനത്തിന്റെ സ്പോർട്സ് സ്പിരിറ്റിനും ഒരു നല്ല കൈഡി. രണ്ടുപേരും കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന ലോഡല്ല ഇത്. അതെ പറ്റത്തില്ല. പറ്റത്തില്ല. പിന്നെ എന്തിനൊക്കെ നാണമില്ല, എന്തിനിതൊക്കെ ചെയ്യുന്നൊക്കെ. പറ്റിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതല്ല, അതെ നമ്മൾക്ക് പറ്റിയല്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങനല്ല. ഞാൻ നസീർക്കയുടെ കൂടെ നമുക്ക് പറ്റിയ ഐറ്റം ഉണ്ട്. എന്താ? അഹാനമോളോട് വന്ന സ്ഥിതിക്ക് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത സ്ഥിതിക്ക് അഹാനമോളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടിംഗ് ആളെ കൂടെ നമുക്ക് വിളിക്കാം. അഹാനമോളുടെ അമ്മ. ഒരുപാട് സ്നേഹത്തോടെ അഹാനമോളുടെ അമ്മയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വെൽക്കം. എന്താ പേര്? എന്റെ പേര് ഷിൽജ. അഹാനമോള് ഇത് കോവിഡ് സമയത്താണോ ചെയ്തു തുടങ്ങിയത്? അല്ല, നേരത്തെ 4ാമത്തെ വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ്. 4ാമത്തെ വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ കോവിഡ് സമയത്താണ് ഇത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് മുന്നോട്ട് ആളുകൾ കാണാൻ തുടങ്ങി, വൈറലായപ്പോൾ വിചാരിച്ചു ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെയാണ് പതിയെ ജിംനാസ്റ്റിക്കിലേക്കൊക്കെ തിരിഞ്ഞത്. ഇപ്പം റിതമിക് ജിംനാസ്റ്റിക് ചെയ്യുന്നു. ആണല്ലേ. ഷിൽജയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് മധ്യപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നു, സ്കൂളിലാണ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. ബിജു ബേബി. ഒരു അനിയുണ്ട്, ചെറിയ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അലോഷി ബിജു. വളയൊക്കെ എടുത്ത് അതെ അവനും ചെയ്യും.
ഒരുപാട് സന്തോഷം. ഇനി അതെ, മോളുടെ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ട്. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നാഷണൽ ഗെയിംസിന് പെർഫോം ചെയ്യാൻ പോവല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അവിടെ പോയി ഗോൾഡ് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഹാനമോക്ക് ഫാമിലിക്ക് നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ടീമാണ് വരാൻ പോകുന്നത്. പേരിൽ സാഡ് ആണെങ്കിലും അവര് നമ്മളെ ചിരിപ്പിക്കും. ആ സൈന്ധവ്, അനന്യ, ദേവി ലക്ഷ്മി, ഇവര് 3 പേര്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ ദുഃഖസിംഹാസനം നൽകി. ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എന്തൊക്കെ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ടാണെന്നറിയാമോ നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്. ഇനിയിപ്പോ നിന്റെ ഫോട്ടോ മാത്രം എനിക്ക് എന്തിനോ ഇതും കളഞ്ഞേക്കാം. ആ ഹലോ ജീവ, ട്രെയിൻ കയറാൻ വന്നേണല്ലേ? ഹലോ, എവിടെ? ഞാനും ട്രെയിൻ കയറാൻ തന്നെയാ വന്നത്. എവിടെ പോണ്? ഒരിടത്തും പോവാനൊന്നുമില്ല. എന്റെ നെഞ്ചത്തൂടെ ട്രെയിൻ കയറ്റാൻ. അങ്ങനെ പറയല്ലേ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്ത് പ്രശ്നമാണെങ്കിലും പറ, നമ്മൾ റെഡിയാക്കാം. എന്താ ഇപ്പൊ പ്രശ്നം എന്നാ? എന്റെ പൊന്ന് ജീവ, എനിക്ക് 42 വയസ്സായി. തോന്നി. ഇതിനിടെ ഞാൻ 103 പെണ്ണാണ് കണ്ടത്. എന്തിന്? ഈ അച്ഛന്റെ ഇടവകയിൽ തന്നെ ഞാൻ 7 പോലും എന്നെ ഇഷ്ടപ്പെടൂല. അങ്ങനെ ഒടുവിൽ ഒരു 2 കല്യാണം സെറ്റായി. കല്യാണത്തിന് ഞാൻ വലിയ കാര്യത്തിൽ അങ്ങ് വന്നല്ലിരിക്കുക. അപ്പൊ ആ പെണ്ണിന്റെ ആദ്യ ഭർത്താവ് ഒന്ന് അവളെ അങ്ങ് വിളിച്ചോണ്ടോയി. ഞാനിത് എങ്ങനെ സഹിക്കും? നിങ്ങളൊന്ന് പറ. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ ജീവിച്ചു. ട്രെയിൻ പോയോ എന്തോന്ന് അറിയത്തില്ല. അയ്യോ അമ്മേച്ചിയേ. ചേട്ടാ, മാവേലി പോയോ? അത് കഴിഞ്ഞ ഓണത്തിന് തന്നെ പോയില്ലേ? എന്റെ പൊന്നടാവേ, മാവേലി ട്രെയിൻ പോയാന്ന് ഞാൻ ചോദിച്ചത്. അത് പോയി കാണും. പോയി കാണുമോ? എന്റെ ദൈവമേ, എന്റെ വാവച്ചി, എന്റെ വാവച്ചി. പഞ്ചവർണ്ണ തത്തേ, ഇങ്ങനെ കിടന്ന് കാവേച്ചി വാവേച്ചി എന്നൊക്കെ വിളിച്ച് കരയണത്. അത് ചേട്ടാ, ഞാനും എന്റെ ലവറും കൂടെ ഇന്ന് ഓളിച്ചോളാൻ തീരുമാനിച്ചാലേ കൃത്യം 10:30 ട്രെയിന്. അപ്പൊ ഞാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി. അവൾ ഇനിയിപ്പോ ട്രെയിൻ കയറി പോയി കാണും. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ ആദ്യം നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ചേട്ടാ, ഈ ഫോണിൽ വിളിച്ചാ കിട്ടത്തില്ല. അതെന്ത്? എന്റെ ഒരു ഫോട്ടോ അവളുടെ ബുക്കിന് കിട്ടിയതിന് അന്ന് അവളുടെ ഫോൺ തല്ലി പൊട്ടിച്ചു വെച്ച്. നിനക്ക് അവളെ ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് മാന്യായിട്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് വെച്ചൂടെ? എന്റെ ചേട്ടാ, ഞാൻ ചോദിച്ചടാ. ഞാൻ അവിടെ ചെന്നപ്പോ അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, പൊലപ്പൊന്നും വേണ്ട, പൊക്കോളാൻ. അങ്ങനെ പറഞ്ഞേ? എന്നെ കണ്ടപ്പോ അവളുടെ അമ്മ വിചാരിച്ച് ബംഗാളി ആയിരിക്കും. ഓ എടാ, നിന്നെ അവളെ ഞാൻ തോറ്റു കൊടുത്തില്ല. പിന്നെ എന്റെ കൂട്ടുകാരനുമായിട്ട് പോയി. കൂട്ടുകാരനായിട്ട് പോയപ്പോ അവളുടെ അച്ഛൻ എന്റെ കൂട്ടുകാരനോട് പറയോ, ഏത് പട്ടിക്ക് കെട്ടിച്ചു കൊടുത്താലും അവനെ പോലെ ഒരുത്തന് കെട്ടിച്ചു കൊടുക്കത്തില്ല. അത് എന്താടാ നിന്റെ അമ്മായിയപ്പൻ നിന്റെ അടുത്ത് ഇത്രക്ക് ദേഷ്യം? അങ്ങേരെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചേ. അങ്ങേർക്ക് എന്റെ എല്ലാ സ്വഭാവവും അറിയാം. അത് മാത്രമല്ല, ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനും കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലേ? അച്ഛനെ പറ്റിച്ച് വീട്ടിൽ കള്ളച്ചോറ് എന്ന് കിടപ്പാണ്. അച്ഛനെ ഒന്നും പറ്റിക്കാൻ പറ്റുന്നില്ല. അറിയാത്തോണ്ടാ. എന്റെ അച്ഛൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം നേടാൻ പോയ ആളാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എടാ, നിന്റെ അച്ഛൻ ഒളിമ്പിക്സിലൊക്കെ ഉണ്ടാ? ഒളിമ്പിക്സിലല്ല, പിന്നെ ഖത്തറിൽ ഇന്ത്യയിലോട്ട് സ്വർണം കടത്തിയതിന് കസ്റ്റംസുകാര് പിടിച്ച് ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. അല്ലേ ചേട്ടാ, ഈ പാവം പിടിച്ച പിള്ളേർക്കില്ലേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിള്ളേർക്ക് ജോലി സർക്കാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എടാ, ഓരോ വർഷം തോറും സർക്കാർ ഓരോ പദ്ധതികൾ ഇറക്കുമല്ലയോ? പദ്ധതികള് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് അപേക്ഷ കൊടുത്തു. എന്നിട്ട് അവരെനിക്ക് തന്നില്ലല്ലോ. നീ ഏത് വണ്ടിയാടാ അപേക്ഷിച്ചേ? ഡ്യൂക്ക്. എടാ പ്രാന്താ, നിന്നെ ഒന്നും എനിക്ക് വിളിക്കാനും പറ്റണില്ല. എടാ, ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവക്ക് ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ? അതിൽ അമ്മ വീട്ടിൽ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ. എടാ മണ്ട, ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അവക്ക് എന്തൊക്കെ ചെലവാണുള്ളത്. ചെലവല്ലേ? വേണേ അമ്മ നൈറ്റ് പമ്പിലൂടെ വിടാം. എടാ കുറ്റിച്ചൂലേ, എന്നാലും നിനക്ക് പണിക്ക് പോകാൻ വയ്യ അല്ലേടാ? എനിക്ക് പോകാൻ പറ്റത്തില്ല ഏട്ടാ. എന്റെ ഈ മുടിയും ലുക്കൊക്കെ പോകും. എന്റെ കാവേരിക്ക് ഇഷ്ടപ്പെടത്തില്ല. എടേ, ഈ കാലത്ത് കാശുള്ളവനെ വിലയുള്ളൂ. ഉദാഹരണത്തിന് നീ എന്നെ തന്നെ നോക്ക്. എനിക്ക് ഇത്രയും ഗ്ലാമർ ഇല്ലേ? എന്താടാ വായിക്കാത്തൊരു ഈച്ച കയറി. എനിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ട്. എന്നിട്ട് തികച്ച് ഒരു പെണ്ണിന് പോലും എന്നെ ഇഷ്ടപ്പെടണില്ലല്ലേ? അതുകൊണ്ട് ഓർത്തോ, കാശുള്ളവന് ഈ ലോകത്ത് വിലയുള്ളൂ. അന്ന് ചേട്ടാ. ഓ, അപ്പൊ പിന്നെ കാശുണ്ടാക്കാൻ തുടങ്ങാൻ പോവാ. കാശുണ്ടാക്കണം. പക്ഷെ വേറൊരു പ്രശ്നം കൊണ്ടുണ്ട്. ഇപ്പൊ അവളെ ആ ട്രെയിനിൽ കയറി പോയില്ലേ, അവളെ അവരുടെ വീട്ടുകാരെങ്ങാനെ കണ്ടുപിടിച്ച നിശ്ചയിച്ച ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടും ചേട്ടാ. നീ ഇങ്ങനെ കരയാതെ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നിക്കും. അല്ലാതെ അവള് വേറെ ആരും കൂടെ പോകത്തില്ല. അതെങ്ങനെ ചേട്ടനറിയാം?
3 പെണ്ണാണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. എനിക്ക് ജീവിതത്തിലുള്ള അനുഭവമാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തൊടില്ല കാണുന്ന ട്രെയിനിൽ അങ്ങ് ബോംബെയിലോട്ട് വിടുക. അവിടെ ചെന്ന് റോക്കി ബോയായി ഈ ലോകത്തുള്ള എല്ലാ സ്വർണം ഞാൻ എന്റെ കാവേരിക്ക് കൊണ്ടു കൊടുക്കും. അച്ഛനെ പോലെ ആവാതിരുന്നാ മതി. എന്തായാലും എടാ, ഇതൊക്കെ പറഞ്ഞാലും നീ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുവാ, നീ നന്നായി വരുവാടാ മോനെ. നീ സമ്പാദിച്ചിട്ട് വാ. ഈ ചേട്ടന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ട്. ഉണ്ടാവല്ലോ ചേട്ടാ. പിന്നെ ചേട്ടാ, ഈ മോതിരം അത് അവൾ എനിക്ക് തന്നെയാ. അത് അവളുടെ കൊടുത്തിട്ട് പറയണം, അവളുടെ ഏട്ടായി അവക്ക് വേണ്ടി അങ്ങ് ബോംബെയിൽ കഷ്ടപ്പെടാൻ പോയെന്ന്. ശരി, ഞാൻ എന്നാ പോവാണേ. ശരിയാടാ. ശരി ചേട്ടാ. ചേട്ടാ പാവം ചെറുക്കും. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ ചേട്ടാ. പോണില്ലേ? അല്ല, പോവാ. അതിനു മുമ്പേ അതായത് എന്റെ കയ്യിൽ പൈസ ഇല്ല വണ്ടിക്കൂലിക്കുള്ള. അല്ലടാ, നീ എങ്ങനെയാണ് പൈസ ഇല്ല പെണ്ണിനെ വിളിച്ചോണ്ട് ഒളിച്ചോടാൻ പോണത്? അത് അവളുടെ കാതയിൽ ഒരു കമ്മലുണ്ടായിരുന്നു. ആ കമ്മല് പണയം വെച്ച് അങ്ങനെ അങ്ങോട്ട് പോവാൻ നിന്നതാ. ഇപ്പൊ അതും ഇല്ല. എനിക്കൊന്നും പറയാനില്ല. നിനക്ക് പൈസ അല്ലേ വേണ്ടേ? നീയെങ്കിലും പോയി രക്ഷപ്പെടും. താങ്ക് യു കേട്ടാ. ഞാൻ പോവാണേ. ശരിയെന്നാ. അയ്യോ പോയി. ചേട്ടാ, ചേട്ടാ പേരെന്താ? എന്റെ പേര് ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ ചേട്ടാ, രാംചന്ദ്രനെ കണ്ടായിരുന്നോ? RRന്റെ ഷൂട്ടിന് കേരളത്തിൽ വന്നപ്പോ ഒന്ന് കണ്ടേ. മറ്റേ സിനിമാ നടൻ രാംചരണല്ലയോ? അയ്യോ അതല്ല. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കളർഫുൾ പാന്റ് ഒക്കെ ഇട്ട് ട്രെയിൻ കയറാൻ വന്നായിരുന്നാ ചേട്ടാ? അയ്യോ, മറ്റേ നെറ്റിയിൽ ജപ്പാന്റെ കൂടെ വെച്ചോണ്ട് നടക്കണവനല്ലേ? ഓ അത് തന്നെ. അവൻ തലയിലെ കൂടെ പോണോണ്ട്. ദൈവമേ, ഇനി അവൻ പറഞ്ഞ കാവേരിയാണോ ഇത്? മുട്ടി നോക്കാം. ആ മോളെ, അവൻ ആരെയോ ചതിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞാ ഇല്ലേ കണ്ണ ട്രെയിനിൽ കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഏതോ ഒരു പാവം പെങ്കൊച്ചിനെ ചതിച്ചീന്ന് വിളിച്ച്. അതും പോരാതെ എന്താ, അവള് പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് രേഷ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ട്രെയിനിൽ കയറി പോയി. ഈ മോതിരം അവിടെ വലിച്ചെറിഞ്ഞു. ഞാൻ ആയോണ്ട് ഇത് എടുത്തു വെച്ച് ആരെങ്കിലും വരുമ്പോ കൊടുക്കാല്ലോ. ചേട്ടാ അങ്ങനെ എവിടെ പോയെന്നറിയാമോ? ബോംബെക്ക് പോണെന്നാണ് പറഞ്ഞത്. ബോംബെക്കാ? അല്ല, ഒരുവിധപ്പെട്ട എല്ലാരും ഒളിച്ചു വന്ന ബോംബെയിലാണ്. അല്ല, കുട്ടിയാരാ? മനസ്സിലായില്ലേ? ഇല്ല. അങ്ങേര് പറഞ്ഞ ചതിച്ച് ഞാനാ. എന്റെ പൊന്നു മോളെ, അവനെ കണ്ടറിഞ്ഞൂടെ? അവൻ മഹാ ഫ്രോഡാണ്. തലയിൽ ഒരു പിരമിഡും വലിച്ച് കയറ്റി ചേരാത്തേട്ടു കുറിയിട്ട്, അതും പോരാതെ തലയിൽ പെയിന്റിന്റെ വാട്ട വീണ പോലത്തെ ഒരു രൂപം. എന്റെ പൊന്നു മോളെ, മോളല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ കൂടെ ഇങ്ങനെ ഒളിച്ചോടൂ? ആണോ ചേട്ടാ? എന്തായാലും മോളൊരു കാര്യം ചെയ്യും, മോള് നേരെ വീട്ടിലോട്ട് വിട്ടോ. ഇനി ഇവിടെ അധികം സമയം നിൽക്കണ്ട. അയ്യോ, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല. ഞാൻ പോകത്തില്ല. അതെന്ത്? എന്തെന്ന് വെച്ചാലേ 2 ദിവസം കഴിഞ്ഞ കല്യാണമാ. എന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും ഞാൻ ഇറങ്ങി വന്നതിന്റെ വിഷമത്തിൽ അവിടെ നാടൻ കെട്ടിയിരിക്കുക. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചാവാൻ പോകും. ചാവാനൊന്നും പോവല്ലേ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നാണ് ചില വലിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോളൊരു കാര്യം ചെയ്യും. മോള് കാമുകൻ ചതിച്ച പേരില് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി, ഞാനും എനിക്കൊരു പെണ്ണ് കിട്ടാത്തോണ്ട് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ സാഹചര്യം കടന്നുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണല്ലോ. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ചാലോ? അത് പെട്ടെന്ന് സാവധാനം സമയം എടുത്ത് പറഞ്ഞാതി. നമുക്ക് സമയം എങ്ങനെ കിടക്കല്ലേ വൈകുന്നേരം വരെ. എന്തായാലും മോളൊരു കാര്യം ചെയ്യും, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. അയ്യോ, തിരിച്ചു പറഞ്ഞ എന്ത് ചേട്ടാ? KGF-ലെ റോക്കി ബോയ് ആണ്ട വരണം. ഇപ്പൊ എല്ലാം പൊളിയും. ഇതൊന്നും വേണ്ടായിരുന്നു. ട്രെയിനിനടുത്ത് ചാടണ്ടായിരുന്നു എന്റെ ഈശോയെ. കാവേരി, കാവേരി എന്നെ ചതിച്ചിട്ട് നിങ്ങൾ രേഷ്മയുടെ കൂടെ പോയല്ലേ? രേഷ്മ? ഏത് രേഷ്മ? നിങ്ങളെ കൂടെ നാളെ ഒന്നും കളിക്കണ്ട. എന്നെ ചതിച്ചിട്ട് ഞാൻ തന്ന മോതിരം വരെ വലിച്ചെറിഞ്ഞേക്കണ്. കൂടുതൽ ടോറസ് ഉണ്ടാകുന്നത് കത്തും. ഇതൊക്കെ ആരാണ് നിന്നോട് പറഞ്ഞത്? എന്റെ ഈ ചേട്ടൻ പറഞ്ഞു. എവരാ? അനിയനെ പോലെന്ന് പറഞ്ഞിട്ട് നിന്നെ ഇന്ന് ഞാൻ കൊണ്ടുപോകരുത്. എന്റെ ഈ ഉണ്ണിത്താൻ ചേട്ടന് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ എനിക്ക് ജീവിതം തന്ന എന്റെ ദൈവമാണിത്, എന്റെ ഉണ്ണിത്താൻ ചേട്ടൻ. അപ്പൊ നിനക്കെന്നെ വേണ്ടല്ലോ? വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, നീ വിശ്വസിക്കാതിരിക്കുവോ? എടി, നിന്റെ ഈ ഉണ്ണിത്താൻ ചേട്ടനില്ലയോ, അവനാ എന്നോട് പറഞ്ഞ നിന്നെ ഞാനിവിടെ കാത്തു നിന്നപ്പം അവള് നിന്നെ ചതിച്ചടാ, നീ വേറെ എവിടെങ്കിലും പോയി ജോലി വല്ലതും നോക്കാൻ, അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ പോയത്. സോറി രാംചരൺ,
സോറി കുഴപ്പമില്ല. ഇതിന്ന് ചേട്ടൻ എന്ത് മനസ്സിലായി? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പരിശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അപ്പത്തേക്ക് മാടി നമുക്ക് അങ്ങ് പോവാം. എവിടെ പോണേ? എന്ത് മോതിരം വേണ്ടേ? ശരിയാണ്, നമ്മൾ ഈ മോതിരം കാരണല്ലേ പിരിഞ്ഞ്. അപ്പൊ പിരിഞ്ഞെടുത്തൊന്ന് നമുക്ക് അങ്ങ് ഒന്നായാലോ. നല്ലൊരു കൈയിടി ഷാജോൻ ചേട്ടാ. ദേവി ലക്ഷ്മി, ഓ. സൈന്ധവ്, ദോ. അനന്യ, ദോ. നന്നായിരുന്നു. നല്ല സ്കിറ്റ് Thank you. കേട്ടോ. ഈ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്നു. ദേവി മോനെ, ദേവി മോനാണോ മോളാണോ? ദേവൻകുട്ടൻ. മൂന്ന് പേരും അവരവരുടെ ഭാഗങ്ങളൊക്കെ തന്നത്. അനന്യ മോൾക്ക് എന്ത് പറ്റി? ഇന്നൊരു കോൾഡ് ഉണ്ടോ? എനിക്ക് ടോൺസിൽസ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, പെയിൻ ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ, മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൾഡ് പോലൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പോൾ വോയിസിന് ഇങ്ങനെ മൂക്കടപ്പുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും മെഡിസിനൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. മൂന്ന് പേരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. അത്യാവശ്യം നല്ല ചിരികളും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ മൂന്ന് പേരും രസമായിട്ട് തന്നെ ചെയ്തു. ഓക്കെ, ഓൾ ദ വെരി താങ്ക് യു ചേട്ടാ. നസീർക്ക അല്ല, അവരത്ര മേലാഴിക വെച്ചോണ്ടും അത് കറക്റ്റ് കാണാതെ പഠിച്ചു ഉള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊണ്ട് ചെയ്തു. മിടുക്കി മൂന്ന് മക്കളാണ്. അതില് സൈന്ധവേ, നിനക്ക് സാധാരണ മറവി സംഭവിക്കുന്നതല്ലോ, പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്? ഇപ്പൊ പഠിച്ചു തുടങ്ങിയതാ. ആണോ? ഞാൻ ഇന്നലെ പ്രോഗ്രാമിന് സ്റ്റേജ് പ്രോഗ്രാം. എവിടെ? ചെങ്ങന്നൂർ സരസ് മേള നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറിന്റെ മണ്ഡലത്തിലെ പ്രോഗ്രാമാണ്. 24-ാം തീയതി എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരുടെ പൊളിച്ച് ചെങ്ങന്നൂർ അടിച്ചു പൊളിച്ചു. പിന്നെ ഇവന്റെ ഷോ ആയിരുന്നു അവിടെ. ഓ അടിപൊളി. പക്ഷെങ്കിലും ആ ഉള്ള സമയം കൊണ്ട് നിങ്ങൾ എത്ര വൃത്തിയായിട്ടത് കാണാതെ പഠിച്ചു. ഉള്ളത് നിങ്ങൾ മനോഹരമായിട്ട് ഇവിടെ ചെയ്തു. ഈ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവളുടെ ശബ്ദം പോയതും നിന്റെ ഒരു ചെറിയ മറവി, അതല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇതിനില്ല. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. മൂന്ന് പേരും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനനിക്കൊരു നല്ല കൈഡ് തരണം. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അറിയിക്കാതെ വളരെ മനോഹരമായിട്ട് അത് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് കേട്ടോ. സൈന്ധവേ, നിന്റെ കോസ്റ്റ്യൂമും നിന്റെ ഗെറ്റപ്പിനും അടിപൊളിയാണ്. നല്ലൊരു ഇതുവരെ നീ ചെയ്യാത്തൊരു ഗെറ്റപ്പ് പരിപാടികളാണ്. പിന്നെ അതുപോലെ ദേവാ വിളിച്ചു, നല്ല കട്ടി മീശയും വിഗൊക്കെ നല്ല രസമുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ദേവന്റെ കഞ്ഞി ഒന്നും പോയിട്ടില്ല കേട്ടോ. ദേവനെന്ന് സെന്റർ കളിച്ച് അടിച്ച് പൊളിച്ച്. അതെ, ദേവനെ ദേവിയായിട്ട് ഇനി എപ്പോ കാണാൻ പറ്റും ഞങ്ങൾക്ക്? നമ്മൾ ഇതൊക്കെ സ്ഥിരമാക്കുവാണ്. ഇവിടെ പറയണം. അല്ല, പിന്നെ ഷാജോണെ, ഇന്ന് അവനെ സംബന്ധിച്ചോണ്ട് ദേവനെ സംബന്ധിച്ചൊന്നും മറക്കേണ്ട കാര്യമില്ല. അവനെല്ലാം നഷ്ടപ്പെട്ടവനാണ്. അതെ, അവനെ ഒന്നും നോക്കേണ്ട കാര്യം. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. പിന്നെ ബാക്കി അവൻ പിരിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല. അത് ഒരടി അവനിട്ട് കിട്ടിയിട്ട് പൊന്നീച്ച പറന്നു പോയി. കിട്ടിയില്ല അടി, കിട്ടിയില്ലേ നല്ലോണം? ആ ഈച്ച ഇങ്ങനെ പറന്നിട്ട് ഇതിലെ വന്ന് അച്ഛനോട് എന്തോ വിശേഷം പറഞ്ഞ് തിരിച്ചു. അമ്മാതിരി വേദനയായിരുന്നു. എന്തായാലും ഉഗ്രായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ ചെറിയ ചെറിയ തമാശകൾ ആസ്വദിക്കാൻ സാധിച്ചു. നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു പ്രജോദ് ചേട്ടാ. അപ്പോ ഷാജി ചേട്ടാ, നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു 10,000 രൂപ. 10,000 രൂപ പ്രജോദ് ചേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 10,000 രൂപ. ടോട്ടൽ 20,000 രൂപ. നസീർക്ക? പിന്നെ ബാക്കി എന്റെ കയ്യിൽ നിന്നുള്ളതാണ്. ടോട്ടൽ കിടക്കുന്നു 30,000 രൂപ. അടിപൊളി. അപ്പം 5,000 മാറി ഉഷാറായിട്ട് അടുത്ത സ്കിറ്റ് നമ്മൾ കലക്കുന്നു. ശരിയടാ. ദേവിയോട് അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കേടാ കൂട്ടാ. ബൈ മോളെ കേട്ടോ. ടാറ്റാ. അപ്പൊ നമുക്ക് എന്നാ പതിയെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ? അപ്പോ കുറെ കൂടുതൽ ചിരിക്കാൻ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും, കിടിലൻ സ്കിറ്റുകളുമായിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ and bye from Flowers Comedy. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.